Hello everyone, welcome to the next session of EduTalk. ഇന്ന് സോഫ്റ്റ് സ്കിൽസിനെ പറ്റി ഒരു ചെറിയ സെഷൻ എടുക്കാൻ വന്നിരിക്കുന്നത് അക്സ ഫ്രാൻസിസ് ആണ്. താൻ മാത്സ് കാലേജ് സെന്ററിന്റെ CAO ആയിട്ട് വർക്ക് ചെയ്യുന്നു. വെൽക്കം ടു ദി സെഷൻ അക്സ. താങ്ക് യു. സോ നമ്മുടെ സെഷൻ തുടങ്ങാൻ പോവാണ്. ഈ സെഷനിൽ സോഫ്റ്റ് സ്കിൽസിനെ പറ്റി അക്സയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കുട്ടികളേക്കും അതുപോലെ തന്നെ മുതിർന്നവരിലേക്കും എത്തിക്കുക. ഞാൻ ഈ സെഷൻ അക്സയ്ക്ക് തരാം. ഓവർ ടു യു അക്സ. Okay, thank you. Let me share the screen. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഈ സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന ഈ സോഫ്റ്റ് സ്കിൽസിനെ പറ്റിയിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം സോഫ്റ്റ് സ്കിൽസ് ആൻഡ് യു, അതാണ് ഈ ഒരു കോഴ്സിന്റെ പേര് തന്നെ. അതിന്റെ താഴെ ഒരു കൊട്ടേഷൻ എഴുതിയേക്കുന്ന കണ്ടോ, ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു ദോസ് ഹു ലേൺ മോർ സ്കിൽസ് ആൻഡ് കമ്പൈൻ ദം ഇൻ ക്രിയേറ്റീവ് വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പം സക്സസ്ഫുൾ ആകുന്ന ഒരാൾ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്കിൽസ് പഠിച്ച് അതിനേല് അവനവൻ്റെതായിട്ടുള്ള ഇന്നോവേറ്റീവ് രീതിയിൽ അതിനേല് അവതരിപ്പിക്കുന്നവരെയാണ് നമ്മൾ ഫ്യൂച്ചറിൽ സക്സസ് ആകും എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ടും എന്താണ് സോഫ്റ്റ് സ്കില്ലും ഹാർഡ് സ്കില്ലും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ അതിനെ കുറിച്ചുള്ള എക്സാമ്പിൾസ്, നമുക്ക് ഈ സോഫ്റ്റ് സ്കിൽസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണോ, അതൊക്കെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വാട്ട് ആർ സോഫ്റ്റ് സ്കിൽസ്? അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് സോഫ്റ്റ് സ്കിൽസ് ആർ ദ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് ദാറ്റ് അലൗസ് us ടു അണ്ടർസ്റ്റാൻഡ് ourselves ആൻഡ് അതേഴ്സ് ബെറ്റർ. നമുക്ക് നമ്മളെയും അതേപോലെ ബാക്കിയുള്ളവരെയും കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പേഴ്സണൽ ആട്രിബ്യൂട്ട്സിനെയാണ് ഈ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് താഴോട്ട് കാണുമ്പോൾ മനസ്സിലാവുക. അതേപോലെ ഈ സോഫ്റ്റ് സ്കിൽസിനെ മെയിൻ ആയിട്ടും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് സെൽഫ് മാനേജ്മെന്റ് സ്കിൽസ് ആണ്. സെൽഫ് മാനേജ്മെന്റ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, സെൽഫ് മോട്ടിവേഷൻ, ടൈം മാനേജ്മെന്റ്, പെർസിസ്റ്റൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന സംഭവങ്ങളാണ്. ഇനി അടുത്തത് പീപ്പിൾ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആളുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ആക്റ്റീവ് ലിസണിങ്, മെന്ററിങ്, അപ്രിഷിയേറ്റിംഗ് ന്യൂ ഐഡിയാസ്, ഇതൊക്കെ വേറൊരാളുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സോഫ്റ്റ് സ്കിൽസിനെ മെയിൻ ആയിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒന്ന് സെൽഫ് മാനേജ്മെന്റ് സ്കിൽസും രണ്ടാമത്തേത് പീപ്പിൾ സ്കിൽസും. ഇനി ഈ സോഫ്റ്റ് സ്കിൽസും ഹാർഡ് സ്കിൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഈ ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് വേണ്ടിയ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ആണ് അല്ലെ ഈ ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്നത്. ഒരു ജോലി ലഭിക്കാനായിട്ട് നമുക്ക് ശരിക്കും ഹാർഡ് സ്കിൽസ് മതി. പക്ഷെ അതിനകത്ത് കുറച്ചുകൂടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ് സ്കിൽസ് അപ്ലൈ ചെയ്താലേ പറ്റുള്ളൂ. ഈ ഹാർഡ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആണ്. വേറാസ് ഈ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ആണ്. ഒരു ജോബ് ലഭിക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സക്സീഡ് ചെയ്യാനായിട്ടോ ആവശ്യമുള്ള നോൺ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനിലാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ് താഴെ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് സ്കിൽസിന്റെ എക്സാമ്പിൾസ് കണ്ടു. സെൽഫ് കോൺഫിഡൻസ്, ലീഡർഷിപ്പ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ സോഫ്റ്റ് സ്കിൽസിന് എക്സാമ്പിൾസ് ആണ്. അതേപോലെ ഹാർഡ് സ്കിൽസിന് കുറച്ച് എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ടൈപ്പിംഗ് സ്പീഡ്, കാർപ്പൻട്രി, കോഡിംഗ്, ഇതൊക്കെ ഹാർഡ് സ്കിൽസ് ആണ്. ഇപ്പം ഒരു ലൈഫ് സക്സീഡ് ചെയ്യാനായിട്ട് ഒരു 15% ഹാർഡ് സ്കിൽസ് ആണ് അതിൽ റോള് ചെയ്യുന്നതെങ്കിൽ ബാക്കി ഒരു 85% സോഫ്റ്റ് സ്കിൽസ് ആണ്. അപ്പം നമുക്ക് ഈ സോഫ്റ്റ് സ്കിൽസ് ഇനി കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ അതിന്റെ എത്രമാത്രം അതിന്റെ ആവശ്യകതയുണ്ട്, അതൊക്കെ നമുക്കിനി നോക്കാതെ. ഇനി വൈ ആർ സോഫ്റ്റ് സ്കിൽസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സക്സസ്? നമുക്ക് ലൈഫ് വിജയിക്കാനായിട്ട് ഈ സോഫ്റ്റ് സ്കിൽസ് വേണം എന്ന് പറയാനായിട്ടുള്ള റീസൺ എന്താണ്? നമുക്കൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രൊഫഷണലി ഫിറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമല്ല ഒരാൾ സക്സീഡ് ആകുന്നത്, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് എക്സലൻസ് അതുകൊണ്ട് മാത്രമല്ല ലൈഫ് നമുക്ക് സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റുന്നത്. കംപ്ലീറ്റ്ലി ഒരു ബാലൻസ്ഡ് ആയിട്ട് പ്രൊഫഷണലി ഫിറ്റ് ആയിരിക്കണം. ഇപ്പൊ ഫാമിലി അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഫാമിലി ഫിറ്റ് ആയിരിക്കണം. അതുപോലെ ഒരു ഡിവൈൻ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സ്പിരിച്വലി ഫിറ്റ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരാൾ എല്ലാം കൂടെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ലൈഫ് സക്സീഡ് ആയെന്ന് പറയാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്കൊരു ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്കിൽസ് ആണ്.
അതുകൊണ്ട് തന്നെ അത് സക്സസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ടെക്നിക്കൽ സ്കില്ലിനെ കഴിഞ്ഞും നമ്മൾ നേരത്തെ കണ്ട പോലെ ടെക്നിക്കൽ സ്കിൽ ഒരു 15% ആണ് ലൈഫ് സക്സീഡ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരു 85% ഈ സോഫ്റ്റ് സ്കിൽസ് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടെക്നിക്കൽ സ്കില്ലിന്റെ കൂടെ തന്നെ എങ്ങനെ ആളുകളുമായിട്ട് നന്നായിട്ട് ബിഹേവ് ചെയ്യണം, അതും ഒരു നെസസറി കണ്ടന്റ് തന്നെയാണ്. എങ്ങനെ നമുക്ക് ഈ സോഫ്റ്റ് സ്കിൽസ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ്. ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചലഞ്ച് ഏറ്റെടുക്കാനായിട്ടുള്ള കോൺഫിഡൻസ്, അതാണ് ഇവിടെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന കോൺഫിഡൻസ് ടു ടേക്ക് ഓൺ ചലഞ്ചസ്. അതുപോലെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പഠിക്കുകയും നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ചിലപ്പം അത് വേണ്ടെന്ന് വെച്ച് പുതിയത് പഠിക്കുകയും ചെയ്യേണ്ടി വരും. അതാണ് ലേൺ ആൻഡ് അൺലേൺ എന്ന് പറയുന്നത്. അതുപോലെ കൂടെ നിൽക്കുന്ന ആളുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുകയും ചെയ്യണം, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ ചില പർട്ടിക്കുലർ സാഹചര്യങ്ങൾ വന്നു കഴിയുമ്പം ചിലപ്പോൾ ചില ടാർജറ്റും ചില പ്രഷർ വർക്കും ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് നിർത്തിയിട്ട് പോകാനായിട്ട് തോന്നും. പക്ഷെ അന്നേരം ഗീവ് അപ്പ് ചെയ്യാതിരിക്കണമെങ്കിൽ ഈ സോഫ്റ്റ് സ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ ആയിരിക്കുന്ന പ്ലേസിൽ നമ്മുടേതായിട്ടുള്ള ഒരു വാല്യൂ, നമ്മുടേതായിട്ടുള്ള ഒരു സെൽഫ് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ സോഫ്റ്റ് സ്കിൽസ് ജനറേറ്റ് ചെയ്തെടുത്താലേ പറ്റുള്ളൂ. ഇനി നമുക്ക് സോഫ്റ്റ് സ്കിൽസ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണോ അല്ലയോ ഇനി അതോ നമുക്കുള്ള രീതിക്ക് തന്നെ നമുക്ക് ഇനിയും പോകാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് സോഫ്റ്റ് സ്കിൽസ് നമുക്ക് നന്നായിട്ട് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സെൽഫ് നോളജ് ആൻഡ് സെൽഫ് അവയർനെസ്, അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. വെച്ചാൽ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു എന്താണ് എൻ്റെ പോസിറ്റീവ് വശം, അല്ലെ എന്താണ് എൻ്റെ ഡ്രോബാക്സ്, അതിനെ പറ്റിയിട്ട് നല്ല ഒരു അറിവുണ്ടെങ്കിൽ നമുക്ക് ഈ സോഫ്റ്റ് സ്കിൽസ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരോട് നമ്മൾ നമ്മളെ കുറിച്ച് ചെറിയ ഒപ്പീനിയൻ ഒക്കെ ചോദിക്കണേ. നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് പറയാവോ, നമ്മുടെ പോസിറ്റീവ്സ് എന്താ, നമ്മുടെ സ്ട്രെങ്ത് എന്താ, അല്ലെ നമ്മുടെ വീക്ക്നെസ് എന്താ, അതൊക്കെ ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് നമ്മളെ കഴിഞ്ഞ് നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് പറയും. അപ്പം അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ സോഫ്റ്റ് സ്കിൽസിനേൽ നന്നായിട്ട് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന 2-3 ടാസ്ക് ആണ് ഞാൻ തരാൻ പോകുന്നത്. ഇപ്പൊ ഈ ടാസ്ക് 1 നിന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ സോഫ്റ്റ് സ്കിൽസും ഹാർഡ് സ്കിൽസും ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തുനിന്ന് സോഫ്റ്റ് സ്കിൽസും കണ്ടുപിടിക്കണം, ഹാർഡ് സ്കിൽസും കണ്ടുപിടിക്കണം. നമുക്ക് കുറച്ച് എണ്ണം നമുക്ക് ചെയ്യാം. ഇപ്പൊ ആദ്യം കാണുന്ന പ്രോഗ്രാമിംഗ് സ്കിൽ, അതെന്ന് പറയുന്ന ഹാർഡ് സ്കില്ലാണ്. ടൈപ്പിംഗ് സ്പീഡ്, കാർ ഡിസൈൻ, ഇതൊക്കെ ഹാർഡ് സ്കിൽസ് ആണ്. ഇനി ഇതിനകത്ത് സെക്കൻഡ് കോളത്തിൽ വരുന്ന പൊളൈറ്റ്നെസ്, അസർട്ടീവ്നെസ്, അതുപോലെ എബിലിറ്റി ടു യൂസ്, ഇതിനകത്തും ഈ 4 ബോക്സിലും കാണുന്നതിലുള്ള സോഫ്റ്റ് സ്കില്ലും ഹാർഡ് സ്കില്ലും നമ്മൾ കണ്ടുപിടിക്കണം. പൊളൈറ്റ്നെസ് അതൊക്കെ എന്ന് പറയുന്നത് എന്താ, സോഫ്റ്റ് സ്കില്ലാണ്. അതുപോലെ സെൽഫ് കോൺഫിഡൻസ് സോഫ്റ്റ് സ്കില്ലാണ്. സ്മോൾ ടോക്ക് സോഫ്റ്റ് സ്കില്ലാണ്. ഇതൊക്കെ അപ്പം സോഫ്റ്റ് സ്കിൽ ഏതാ ഹാർഡ് സ്കിൽ ഏതാന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഈ ടാസ്ക് 1 എന്ന് പറയുന്നത്. ഇനി ടാസ്ക് 2 എന്ന് പറയുന്നത് ഇത് നമ്മളെ കുറിച്ച് തന്നെ നമുക്ക് തന്നെ അസസ് ചെയ്യാം. ഇനി പെയർ ആയിട്ടിരുന്ന് അസസ് ചെയ്യാം. ഇതിനകത്ത് ഫസ്റ്റ് വൺ കണ്ടോ, ലിസൺ അറ്റൻറ്റീവ്ലി വെൻ സമ്മൺ ടോക്സ് ടു മീ. ആരെങ്കിലും എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ലിസൺ ചെയ്യും എന്നുള്ളതാണ്. അപ്പം നന്നായിട്ട് ലിസൺ ചെയ്യുമെങ്കിൽ അതിന് 5 മാർക്ക് കൊടുക്കുക. ഇനി ഒട്ടും ലിസൺ ചെയ്യുകയില്ലെങ്കിൽ 1 മാർക്ക് കൊടുക്കുക. അതിന്റെ മീഡിയത്തിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് കൊടുക്കുക. അപ്പം ഇതിനെ ബേസ് ചെയ്ത് ഈ 10 എണ്ണം ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ സം ചെയ്യുക, എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. സപ്പോസ് ഈ കിട്ടിയ സ്കോർ എന്ന് പറയുന്നത് ഒരു 40-യുടെയും 50-യുടെയും ഇടയ്ക്കാണെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ബാക്കിയുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ്. നമുക്കൊരു ടീമിൽ കൊണ്ടുപോയിട്ട് അവിടെ നമുക്ക് നന്നായിട്ട് ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല നമ്മുടെ ടോട്ടൽ സ്കോർ 30-യുടെയും 39-യുടെയും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ ഇനിയും കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് സിസ്റ്റമാറ്റിക് ആകാനുണ്ട്. അതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ല നമ്മുടെ സ്കോർ വളരെ ലോ ആണ്, 10 to 29 ഉള്ളൂ എങ്കിൽ നമുക്ക് ഇനിയും നന്നായിട്ട് നല്ല ഇമ്പ്രൂവ്മെന്റിന്റെ ആവശ്യമുണ്ടെന്നാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സിമിലർ രീതിയിൽ തന്നെയുള്ള ഒരു ടാസ്ക് ആണ് ടാസ്ക് 3 എന്ന് പറയുന്നത്. ഇതെല്ലാം സോഫ്റ്റ് സ്കിൽസ് ആണ്. കമ്മ്യൂണിക്കേഷൻ, ഫ്ലെക്സിബിലിറ്റി, കംപ്ലീറ്റ് സോഫ്റ്റ് സ്കിൽസ് ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളതിന് 5 കൊടുക്കുക, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളതിന് 1 കൊടുത്ത് ടോട്ടൽ സം ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്കോർ ബോർഡ് നോക്കുക. എത്രേന്റെ ഇടയ്ക്കാണോ വരുന്നത് അതിനനുസരിച്ച് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും.
ഇനി നമുക്ക് ഈ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എടുക്കാനായിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എവിടെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് ട്രെയിനിങ് അവൈലബിൾ ആണ്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ തരുന്ന സ്കിൽസ് ആൻഡ് എംപ്ലോയബിലിറ്റി ഡിജിറ്റൽ എന്ന് പറഞ്ഞ കോഴ്സിൽ ചെയ്യാൻ പറ്റും. അതിനകത്ത് അവർ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആണ്. ഫീ റേറ്റ് ഒക്കെ ലോ സ്ട്രക്ചർ ആണ്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. നമ്മുടെ ടൈമിൽ നമുക്കിരുന്ന് പഠിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ ജനറലി സോഫ്റ്റ് സ്കിൽസിനെ പറ്റി പറയുന്നത്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെയും അതേപോലെ ബാക്കിയുള്ളവരെയും നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് ആണ് ഈ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. സെൽഫ് മാനേജ്മെന്റ് സ്കിൽസ് ആയിട്ടും പീപ്പിൾ സ്കിൽസ് ആയിട്ടും ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹാർഡ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും നമ്മൾ നോക്കിക്കഴിയുമ്പം ഹാർഡ് സ്കിൽസ് 15% ആണ് സക്സസിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് 85% സക്സസിലേക്ക് നയിക്കും. അപ്പം നമുക്ക് കൾട്ടിവേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ഷുവർ ആകും എന്നുള്ളതാണ്. അതേപോലെ സോഫ്റ്റ് സ്കിൽസ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാം. ഒന്ന്, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു അറിവ് വേണം. അതേപോലെ ബാക്കിയുള്ളവരോടും നമ്മളെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കുകയും സോഫ്റ്റ് സ്കിൽസ് ജനറേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാൻ പറ്റും. പിന്നെ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ടാസ്ക് 1, ടാസ്ക് 2 ആൻഡ് ടാസ്ക് 3 ആണ് നമ്മൾ കണ്ടത്. പിന്നെ ഇവിടുന്ന് നമുക്ക് ഈ ട്രെയിനിങ് എടുക്കാൻ പറ്റുക നമ്മൾ കണ്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്ന ആ ഓൺലൈൻ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനോട് കൂടെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ നമുക്ക് ഈ ട്രെയിനിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഫസ്റ്റിലെ കൊട്ടേഷൻ നമ്മൾ കണ്ടത് ഫ്യൂച്ചർ ബിലോങ്സ് ടു ദോസ് ഹു ക്രിയേറ്റ് മോർ സ്കിൽസ് ആൻഡ് യൂസ് ദം ഇൻ എ ക്രിയേറ്റീവ് വേ എന്നായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സ്കിൽസ് നമ്മളെ തന്നെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തെടുത്തിട്ട് അതെല്ലാം കൂടെ യൂസ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് വേയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആകുന്നത്. കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ലൈഫും നമ്മുടെ പേഴ്സണൽ ഗ്രോത്തും അതേപോലെ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ്ലി ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സോഫ്റ്റ് സ്കിൽസ്. അപ്പൊ അതിനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സക്സീഡ് ആവും. താങ്ക് യു. Thank you so much, Aksa, for sharing your valuable wisdom. നമുക്കധികം അറിയാത്തൊരു മേഖലയാണ് സോഫ്റ്റ് സ്കിൽസ്. അപ്പൊ അതിനെപ്പറ്റി എടുത്ത ഈ സെഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച് എവ്രി വൺ.